എല്ലാവർക്കും സ്നേഹ വന്ദനം. ഫാമിലി വെൽബീയിങ് ഹബ്ബ് എന്ന് പറയുന്നത് പേരിൽ നിന്ന് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാമിലിക്കും കുടുംബത്തിനും വെൽബീയിങ്ങിനും ആരോഗ്യത്തിനും സ്വാസ്ഥ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ഹബ്ബാണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അക്കാഡമിയാണ്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പഠന കേന്ദ്രമാണ് ഫാമിലി വെൽബീയിങ് ഹബ്ബ്. ഈ ഹബിന്റെ ഫൗണ്ടറാണ് ഞാൻ. എൻ്റെ പേര് സാജു കുമാരദാസ്. കോട്ടയം ജില്ലയിലെ കോട്ടയം പട്ടണത്തിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ജന്മസ്ഥലം കുമരകമാണ്. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ഞാൻ ഇപ്പോഴും സർവീസിലുണ്ട്. ഞാൻ ലോങ് ലീവിലാണ്. ഞാൻ ആരോഗ്യ രംഗത്ത് 2004 മുതൽ ആരോഗ്യ രംഗത്തും അതിനു മുമ്പ് ചെറുപ്പകാലം മുതൽ തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ 2004 മുതൽ ഞാൻ ഈ ആരോഗ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഭക്ഷണശൈലിയും ജീവിതശൈലിയും ക്രമീകരിച്ചുകൊണ്ട് CRR വർമ്മ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഇവിടെ തുടങ്ങി വെച്ച ഒരു മഹത് പ്രയത്നത്തിന്റെ ഫലമായി എനിക്കും അത്തരത്തിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഫോളോ ചെയ്തുകൊണ്ട് ആരോഗ്യകരമായി ജീവിക്കുവാനും സാധിക്കുന്നു. എന്നാൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സ്വീകരിച്ച മുതൽ തന്നെ നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെ, ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2020 ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ ആരംഭിക്കാനിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിൽ നിരവധി ആളുകൾ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപക്ഷെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ അയൽവക്കത്തുള്ളവരോ നമ്മുടെ സമൂഹത്തിലുള്ളവരോ നിരവധി ആളുകൾ ഇന്ന് രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ കണക്കുകളിലും അതേപോലെ തന്നെ മേനി നടിക്കുന്നതിലും ഒക്കെ നമ്മൾ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യകരമായി 1-ാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസപരമായി 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് ഏറ്റവും, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ്. മാനസിക ആരോഗ്യ നില ഏറ്റവും മോശമായ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരവധി കുടുംബ ബന്ധങ്ങൾ വേർപിരിക്കുന്നതിന് വേണ്ടി നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം വളരെ വലിയ ഒരു രോഗാവസ്ഥയിലാണ് നമ്മുടെ സമൂഹം നിലനിൽക്കുന്നത്. എന്നാൽ വളരെ ലളിതമായി നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നമ്മുടെ നാട്ടിലുണ്ട്. ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ട് 10-20 വർഷക്കാലമായി, ഒരു 2 ദശാബ്ദ കാലമായി ആരോഗ്യകരമായി ജീവിതശൈലി നയിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ എന്നോട് സംസാരിച്ച ബാലസുബ്രഹ്മണ്യൻ സാറും ഒക്കെ ഇത്തരം ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ നേരിട്ട് 10-20 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ കാര്യമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടും സഹജീവികളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് പണമാണ്. നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും, നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളുടെയും പിന്നിൽ സാമ്പത്തിക കുറവ് തന്നെയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും ആദ്യം നമ്മൾ ഈ ക്ലാസ് തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി
നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇവിടെ ഒത്തുകൂടാനായിട്ട് നമുക്ക് അവസരം തന്ന സൃഷ്ടികർത്താവിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവർക്കും അവരവർക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ ദൈവസ്ഥാനങ്ങളിൽ പ്രാർത്ഥന അർപ്പിക്കും. ഒരിക്കൽ കൂടി ഫാമിലി വെൽബീയിങ് ഹബിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിലേക്ക്, ഈ വെബിനാറിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഫാമിലി വെൽബീയിങ് ഹബിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ കേന്ദ്രത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആരോഗ്യവും സമ്പത്തും സംസ്കാരവുമുള്ള ദമ്പതികളെ സൃഷ്ടിക്കുകയും അതുവഴി ഇവിടെ അനുഗ്രഹീതരായ ശിശുക്കൾ ഉണ്ടാവുകയും അങ്ങനെ ആരോഗ്യവും സംസ്കാരവുമുള്ള വ്യക്തികൾ ജനിക്കുകയും അതിലൂടെ ആരോഗ്യവും സംസ്കാരമുള്ള കുടുംബവും ഒരു സമൂഹവും ഒരു രാജ്യവും ഒരു ലോകവും കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിഷൻ. അതുപോലെ അതിനുവേണ്ടി അവരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും കോഴ്സുകളും പരിശീലനങ്ങളും ഒക്കെ ആളുകൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഫാമിലി വെൽബീയിങ് ഹബിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിന് ലോകത്ത് ഏറ്റവും പണം കണ്ടുപിടിച്ചത് തന്നെ ബാബിലോണിയൻ സംസ്കാരത്തിലാണ്. ബാബിലോണിയക്കാർ തന്നെ പണത്തിന്റെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള 5 നിയമങ്ങളാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. പണത്തിന്റെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് തന്റെയും കുടുംബത്തിന്റെയും ഭാവിക്കായി സ്വത്തുണ്ടാക്കുവാൻ തന്റെ വരുമാനത്തിന്റെ 10-1 കുറയാത്ത തുക ഏതൊരുവനിലേക്കും പണം, സന്തോഷം എന്നിവ വർദ്ധിച്ച അളവിൽ വന്നു ചേരുന്നു. അപ്പോ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 10-1 നമുക്ക് ചെലവഴിക്കുന്നതിനോ മറ്റൊരു കാര്യത്തിനോ ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഭാവിക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യേണ്ട പണമാണ് ഈ പറയുന്ന 10-1. അപ്പോൾ നമുക്ക് 100 രൂപ നമുക്ക് ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ 90 രൂപ മാത്രമാണ് നമുക്കുള്ളതെന്ന് കരുതുക. 10 രൂപ നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ നിയമം പണം ആദായകരമായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധിശാലിയായ ഉടമയ്ക്ക് വേണ്ടി അത് ജാഗ്രതയോടും സംതൃപ്തിയോടും കൂടി വേലയെടുക്കുകയും വയലിലെ ആട്ടിൻപറ്റങ്ങളെ പോലെ പെരുകുകയും ചെയ്യുന്നു. അപ്പോ നമുക്ക് പണത്തെ ബുദ്ധിപരമായി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് പോലെ പണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക്. അപ്പോൾ നമുക്ക് പണത്തിൽ നിന്നും ആദായം ഉണ്ടാകുന്ന തരത്തിൽ ബുദ്ധിപരമായി പ്രയോഗിക്കുന്ന ഉടമയോടുകൂടി ഈ പറയുന്ന പണം ആട്ടിൻപറ്റങ്ങളെ പോലെ, വയലിലെ ആട്ടിൻപറ്റങ്ങളെ പോലെ പെരുകും എന്നാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം പണം കൈകാര്യം ചെയ്യുന്നതിൽ പ്രാപ്തരായ മനുഷ്യരുടെ ഉപദേശത്തിന് കീഴിൽ നിക്ഷേപിക്കുന്ന ജാഗരൂകനായ ഉടമയുടെ സംരക്ഷണത്തോട് അത് പറ്റിച്ചേർന്ന് നിൽക്കുന്നു. അപ്പൊ ഇന്ന് നിരവധി പ്രസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ പണം പല രീതിയിൽ ആളുകളിൽ നിന്ന് കൈവശപ്പെടുത്തുന്ന പല സ്കാമുകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ ആ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തിയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇത്തരം കഴിവുള്ള ആളുകളുടെയും പ്രാപ്തിയുള്ള ആളുകളുടെയും ഉപദേശത്തിന് കീഴിൽ മാത്രമേ നമ്മൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. എന്നാൽ അറിവില്ലെങ്കിൽ ആ മേഖലയിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് അവരുടെ ഉപദേശത്തിൽ കീഴിൽ വേണം നമ്മൾ ആ പണം നിക്ഷേപിക്കാൻ. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ
ആ അതിന്റെ ആ ഉടമയോട് പണം പറ്റിച്ചേർന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ നിയമം, തനിക്ക് പരിചയമില്ലാത്തതോ കാര്യപ്രാപ്തിയുള്ളവർ അംഗീകരിക്കാത്തതോ ആയ വ്യാപാരങ്ങളിലോ ലക്ഷ്യങ്ങളിലോ നിക്ഷേപം നടത്തുന്ന ഏതൊരുവിൽ നിന്നും പണം വഴുതിപ്പോകും. ഇപ്പം ബഹുഭൂരിപക്ഷ ആൾക്കാരും ആളുകളുടെ വാചാലതയും പറയുന്ന ആളുടെ ആ വാക്കുകളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്തിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ നമ്മൾ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്നും പണം വഴുതി പോകാനായിട്ട് കാരണമാകും എന്നാണ് നാലാമത്തെ നിയമത്തിൽ പറയുന്നത്. പണത്തെ അസാധ്യമായ വരുമാനത്തിനായി ബലം പ്രയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയോ സൂത്രക്കാരും തട്ടിപ്പ് പദ്ധതിക്കാരുമായവരുടെ മോഹന വാഗ്ദാനങ്ങളെ പിന്തുടരുകയോ സ്വന്തം അനുഭവമില്ലായ്മയ്ക്കും നിക്ഷേപത്തിലെ കാൽപ്പനിക താല്പര്യങ്ങൾക്കും അനുസൃതമായി അതിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരിൽ നിന്ന് അത് ഓടിയകലും. അപ്പൊ ഇതിൽ നിന്ന് ഈ പറഞ്ഞ 5 നിയമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണത്തെ കൈകാര്യം ചെയ്യുന്നത് ആ വരുന്ന നമുക്ക് വരുമാനമായി ലഭിക്കുന്ന പണത്തിന്റെ 10-1 നമ്മൾ സേവ് ചെയ്യണം. അത് നമ്മൾ ദീർഘകാല കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള നിക്ഷേപങ്ങൾക്കാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ പണം വളരെ ബുദ്ധിപൂർവം മാത്രമാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്. അല്ലാതെ താൽക്കാലികമായി കാണുന്ന ആവേശങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായ പ്രചരണങ്ങൾക്കോ നമ്മൾ വശംവദരായി നമ്മൾ പണം ചെലവാക്കാൻ പാടില്ല. അപ്പോൾ മുൻകൂട്ടി തയ്യാർ ചെയ്ത് വേണം നമ്മൾ പണം ചെലവഴിക്കേണ്ടത്. അതിനെക്കുറിച്ച് അത് നമുക്ക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത്രയും കാര്യം മനസ്സിലാക്കുക. എല്ലാ ദിവസവും നമ്മളുടെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ എഴുതി സൂക്ഷിക്കണം. എന്നിട്ട് ഒരു പിറ്റേ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരാഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ മാസത്തിൽ എന്ത് ചെയ്യണമെന്ന് ഓരോ മാസവും നമ്മൾ കൃത്യമായി കണക്ക് എഴുതുകയും മാസാവസാനം അത് ഓഡിറ്റ് ചെയ്യുകയും പിറ്റേ മാസത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യും. എന്നിട്ട് ആ ബഡ്ജറ്റിൽ പറയുന്ന അനുസരിച്ച് വേണം നമ്മൾ പണം ചെലവഴിക്കാൻ. അല്ലാതെ നമുക്ക് ഓരോരോ സമയത്ത് നമുക്ക് താല്പര്യം തോന്നി ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പണം ചെലവഴിക്കാൻ പാടില്ല. ഇനി നമ്മളിലേക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് പണം നമ്മളിലേക്ക് എത്തുന്നത്? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പല മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പണത്തിന്റെ ഇൻഫ്ലോ, നമ്മളിലേക്കുള്ള ഉള്ളിലേക്കുള്ള വരവ് നാല് രീതിയിൽ മാത്രമേ മനുഷ്യരിലേക്ക് പണം എത്തുകയുള്ളൂ. ആ 4 കാര്യങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിക്കാൻ പോകുന്നത്. ഇത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു മോട്ടിവേറ്റീവ് ഗ്രന്ഥമായിരുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിന്റെ 2ാമത്തെ സീരീസിൽപ്പെട്ട അതിന്റെ 2ാമത്തെ ബുക്കാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. റോബർട്ട് ടി കിയോസാക്കിയാണ് ഈ എഴുതിക്കുന്ന. ജീവിച്ചിരിക്കുന്ന വലിയ ഒരു സാമ്പത്തിക ഉപദേശകനും മോട്ടിവേറ്ററും ഇൻവെസ്റ്ററും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ഈ ക്യാഷ് ഫ്ലോ ക്വാഡ്രൽസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പണമൊഴുക്കിന്റെ ചതുരങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ പറയുന്ന 4 ചതുരങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാണ് ഇൻഫ്ലോ 4 വേസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ 4 രീതിയിൽ വരുന്നു. 1ാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് നമ്മൾ കൂലിക്കാരായിട്ടോ പണിക്കാരായിട്ടോ ഉദ്യോഗസ്ഥന്മാരായിട്ടോ കൂലിയായിട്ടും വേതനമായിട്ടും ശമ്പളമായിട്ടും നമുക്ക് പണം വരുന്നു. ഇതാണ് ഒരു രീതി. ഈ രീതിയിൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ് 1ാമത്തെ ചതുരത്തിലുള്ളത്. ആ ചതുരത്തിന് ഇ എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്, എംപ്ലോയി. ഇനി 2ാമത്തെ ചതുരം എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. സ്വയം തൊഴിലിന് ചെയ്യുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരെന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന, സ്വന്തമായിട്ട് അവർ തന്നെ കട തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവർ, അതേപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ അക്കൗണ്ടന്റുകൾ, ഇങ്ങനെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഫീസായിരിക്കും അവർക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കമ്മീഷൻ വാങ്ങുന്ന നെറ്റ്വർക്കേഴ്സ്,
അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവരൊക്കെ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ ഇങ്ങനെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ ചതുരത്തിലുള്ളത്. അതിന് എസ് എന്നാണ് പേര് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിലും രണ്ടാമത്തെ ചതുരത്തിലും ഉള്ളവർ ആക്റ്റീവായി ഇരിക്കുന്നതിലൂടെയും അവരുടെ സമയം മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. ഇനി മൂന്നാമത്തെ ചതുരത്തിലുള്ളവരാണ് താരതമ്യേന ഈ രണ്ട് ചതുരത്തിലുള്ളവരെക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. അവർ ബിസിനസ്സുകാരാണ്. അവര് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചതുരത്തിലുള്ളവരെ അവരുടെ സമയവും അധ്വാനവും വിലയ്ക്ക് വാങ്ങുകയും അവര് ആക്റ്റീവായി ഇരിക്കാതെ ഇരുന്നുകൊണ്ടും അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ രണ്ട് ചതുരത്തിലുള്ളവർ ആക്റ്റീവായി ഇരിക്കുമ്പോഴാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ചതുരത്തിലുള്ള ബിസിനസ്സുകാർ പാസീവായി ഇരുന്നു കൊണ്ടും അവർക്ക് വരുമാനം അവർ നേടുന്നു. താരതമ്യേന ഈ പറഞ്ഞ രണ്ട് ചതുരത്തിലുള്ളവരെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നവരാണ് ഈ മൂന്നാമത്തെ ചതുരത്തിലുള്ളവർ. ആദ്യത്തെ ചതുരത്തിലുള്ളവർ അവർ അധ്വാനം കൊണ്ട് അവർ പണം ഉണ്ടാക്കുമ്പോൾ മൂന്നാമത്തെ ചതുരത്തിലുള്ള ബിസിനസ്സുകാർ അവരുടെ ബുദ്ധി കൊണ്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നു. ഇനി നാലാമത്തെ കൂട്ടർ പണം കൊണ്ട് പണം ഉണ്ടാക്കുന്നവരാണ്, ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏറ്റവും നല്ല നല്ല ബിസിനസ് പ്രസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ലാൻഡിലും ഭൂമിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് നാലാമത്തെ കൂട്ടർ. ഇവർ ലോക ജനസംഖ്യയുടെ ഏകദേശം 4% മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ 90%, ലോകത്തിന്റെ 90% സമ്പത്തും ഈ നാലാമത്തെ കൂട്ടരുടെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരാളിലേക്ക് പണം എത്തുന്നത്, ഏതൊക്കെ തലത്തിലെത്താം എന്നുള്ള 4 വഴികളേ ഉള്ളൂ നമുക്ക് എത്താനുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് വരുമാനം. 90% ആൾക്കാരും ഈ തരത്തിലാണ് വരുമാനം നേടുന്നത്. അതേപോലെ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണൽസ് ആയിട്ടിരുന്നുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവർ ആക്റ്റീവ് ആയിരിക്കുന്നതിനും ഇവർ ജോലി ചെയ്യുന്നതിനും മാത്രമാണ് ഇവർക്ക് പ്രതിഫലം ലഭിക്കുന്നത്. എന്നാൽ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വരുമാനം വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ മതി. നമുക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആളുകൾ ബുദ്ധി കൊണ്ട് പണം ഉണ്ടാക്കുന്നു. ബുദ്ധിപരമായി നമ്മൾ നേരത്തെ പറഞ്ഞ പണത്തിന്റെ നിയമം അനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് പണത്തിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ നാലാമത്തെ ചതുരത്തിലുള്ളവരാണ്. ഇനി നമുക്ക് ഈ കിട്ടുന്ന പണം, ഈ 4 രീതിയിൽ കിട്ടുന്ന പണം പുറത്തേക്ക് പോകുന്നത് നമ്മൾ ഈ പറയുന്ന നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പണമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും പണം ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. നമുക്ക് ലഭിക്കുന്ന പണത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ 10% സേവിങ്സിന് വേണ്ടി മാറ്റിവെക്കുക. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാല നിക്ഷേപമാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതാണ്. അതുപോലെ 10% ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക. അതുപോലെ 10% നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി, നമ്മുടെ സ്വന്തമായ വ്യക്തിപരമായ വികാസത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ഉദാഹരണം, ഒരു ക്ലാസ്, ഒരു കോഴ്സിന് നമ്മൾ ചേരുക, അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക സ്കില്ല് വേണ്ട ജോലിയാണ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് വാങ്ങിക്കുക. ഇങ്ങനെ നമുക്ക് വ്യക്തിപരമായി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ 10% ഉപയോഗിക്കുന്നത്. അങ്ങനെ 40% കഴിഞ്ഞു. ഇനി ഉള്ളത് പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ഉപയോഗിക്കേണ്ടത് 30%ആണ്. ബാക്കി 30% നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടി, നികുതി അടയ്ക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഒരു 100 രൂപ ലഭിച്ചാൽ 10 രൂപ നമുക്ക് സേവ് ചെയ്യുന്നതിനും 10 രൂപ നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിനും 10 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. 10 രൂപ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയും, ബാക്കി നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് ആകെ 30 രൂപ മാത്രമാണ്. ഈ ഒരു തത്വം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണം ഉള്ളവരായി മാറും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണം, നമ്മുടെ സമയമാണ് ശരിക്കും യഥാർത്ഥത്തിൽ പണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇൻകം ട്രയാങ്കിൾ ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്
സീറോ ഇൻകം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലരും ഇന്ന് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നതോടുകൂടി നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതല്ലാതെ നമുക്കൊരു വരുമാനം പോലും അതിനകത്ത് നിന്ന് ലഭിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ വരുമാനം നഷ്ടപ്പെടാനുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇനി നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യുന്ന വരുമാനം ലോ ഇൻകത്തിന് വേണ്ടിയാണ് നമ്മുടെ സമയത്തിന്റെ കൂടുതൽ സമയം പിന്നീട് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഹൈ ഇൻകത്തിന് വേണ്ടിയിട്ട് വെറും ചെറിയ സമയം മാത്രമേ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ. എന്നാൽ ഏറ്റവും ഹയസ്റ്റ് ഇൻകത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ചെറിയ സമയം പ്രവർത്തിച്ചുകൊണ്ട് ഹയസ്റ്റ് ഇൻകം ഉണ്ടായിക്കൊണ്ട് നമുക്ക് കൂടുതൽ സമയം സുഖമായി ഇരിക്കാം എന്നുള്ളതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും പണം ഉണ്ടാക്കുന്നുണ്ട്, മേക്ക് മണി, പണം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പണം ഉണ്ടാക്കുന്ന പണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്യണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല, പലർക്കും സേവിങ്സ് ഇല്ല. അപ്പൊ നമുക്ക് വരുമാനം കിട്ടുന്നത് ഒരു 1000 രൂപയ്ക്ക് പണിക്ക് പോകുന്ന ആള് ആ 1000 രൂപ അയാളുടെ ഉണ്ട്. കൂടാതെ വേറെ ആരുടെയിൽ നിന്നും കൂടെ ഒരു ശകലം പൈസയോടെ മേടിച്ചിട്ട് ആ പൈസ തീരുന്നത് വരെ പണിക്ക് പോലും പോകാതിരിക്കുന്ന പല ആളുകളെയും നമുക്കറിയാം. അപ്പോ നമുക്ക് കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് നമ്മൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റി വെക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത്. പണം കൊണ്ട് പണം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ദീർഘകാലമായിട്ടുള്ള നിക്ഷേപമല്ല, ഷോർട്ട് ടേം നിക്ഷേപങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ് നമുക്ക് കൂടുതൽ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കാനാണ് പറയുന്നത്. അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ നമുക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഈ സേവ് ചെയ്യുന്ന പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉള്ള പൈസയാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളോട് പണം കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. അതായത് പണത്തിന്റെ 5 നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ നിയമം, നമുക്ക് 10-1 പണം നമുക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അത് നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പൈസയാണ്. 100 രൂപ കിട്ടിയാൽ 10 രൂപ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൈസ, നിങ്ങളുടെ ഈ പൈസ കിട്ടുമ്പോഴേ നിങ്ങൾ 10% നിങ്ങൾ മാറ്റി വെക്കുന്ന ഒരു ശീലം ഇന്ന് മുതൽ ആരംഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ പണം വളരെ ബുദ്ധിപരമായിട്ട് മാത്രമായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ വൈകാരികമായിട്ട് നമ്മൾ പണം ചെലവഴിക്കരുത്. ഇന്ന് നമ്മളുടെ വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള പരസ്യങ്ങളാണ് ബിസിനസ്സുകാർ ഉപയോഗിക്കുന്നത്. ആ പരസ്യം കണ്ട് വികാരാധീനനായി നമ്മൾ പോക്കറ്റിലിരിക്കുന്ന പണം നമ്മൾ ചെലവഴിക്കരുത്. ബുദ്ധിപരമായി വേണം, അല്ലെങ്കിൽ ഇമോഷണലി അല്ല പണം ചെലവാക്കേണ്ടത്, ബുദ്ധിപരമായിട്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സാറേ, സമയം 3:30, 1 മിനിറ്റ് കൂടെ ഉള്ളൂ. അല്ല 3:30 അല്ല, 3:40 വരെയുണ്ട് സമയം. ഓക്കെ സാർ, ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് നമ്മൾ ഒറ്റയടിക്ക് ഞാനിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തരാം. അതായത് നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാകുന്നത്, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പഠിക്കാതെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞ് ഞാൻ വെരി റീസെന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലല്ല ഞാൻ. പക്ഷെ എൻ്റെ ഗതി മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ
കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. നമ്മൾ ഈ ഒരു നിയമം അന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കോടീശ്വരനായി പോയാൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ ബിസിനസ് ഹീറോ വലിയ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും കൂടാതെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കോടീശ്വരായിട്ടുള്ള വ്യക്തികളുണ്ട്. അമേരിക്കയിലെ ഒരു തൂപ്പുകാരൻ വലിയ കോടീശ്വരനാകുകയും ആളുകൾക്ക് കാരുണ്യ ആളുകളെ പണം കൊടുത്ത് സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമം കൃത്യമായി പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, നാലാമത്തെ നിയമം നമുക്ക് പരിചയമില്ലാത്ത കാര്യത്തിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് മാത്രം വിശ്വസിച്ച് കൊണ്ടിടരുത്. അതുപോലെ പണത്തെ അസാധ്യമായ വരുമാനത്തിനായി ബലം പ്രയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതായ സൂത്രക്കാരൻ. അപ്പം ഇന്ന് ഇട്ടാൽ ഇന്ന് രാവിലെ ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ ഇരട്ടി തരാം, അല്ലെങ്കിൽ 3 ഇരട്ടി തരാം, 2 ഇരട്ടി തരാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ അത്തരം നിക്ഷേപങ്ങളിൽ നമ്മൾ കൊണ്ട് പണം ഇടരുതെന്നാണ്. അപ്പോൾ ഒരാള് നമ്മളെ ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ നമ്മളെ വൈകാരികമായിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വികാരത്തിന് വശംബദ്ധരായിട്ടാണ് നമ്മൾ പലപ്പോഴും പണം ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ വികാരങ്ങളെ ഉണർത്തത്തക്ക തരത്തിലാണ് ഇവരുടെ ക്യാപ്ഷൻസും ഇവരുടെ ഇടപെടലുകളും എല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം വൈകാരികമായി കാര്യങ്ങൾ ചെയ്യാതെ ബുദ്ധിപരമായി ആലോചിച്ച്, അതിലും പ്രത്യേകമായിട്ട് നമുക്ക് കൂടുതൽ നിക്ഷേപമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വലിയൊരു വസ്തുവിന്റെ ഇടപാടോ ഒരു ബിൽഡിംഗ് വാങ്ങുകയോ ചെയ്യുന്ന അതേപോലത്തുള്ള കാര്യങ്ങൾ ചെല്ലുമ്പോഴും അവിടെ നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ ഒരു കാര്യം പറയുന്നു, ആ കാര്യം അവരവരുടേതായ വില പറയും. നമ്മൾ അതിനോട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഇതിൽ വാങ്ങാൻ പറ്റും. ഏത് കാര്യത്തിന് വേണ്ടി നെഗോഷിയേഷൻ നടക്കും. അപ്പൊ പലരും ഇവിടെ ചെറിയ ഈ വഴി സൈഡിൽ സാധനങ്ങളൊക്കെ വിൽക്കാനിരിക്കുന്ന ആളുകളൊക്കെ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കാണാം. എന്നാൽ 20 രൂപയുടെയും 30 രൂപയുടെയും നമ്മുടെ പോപ്കോൺ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനം 300 രൂപയ്ക്ക് ലുലു മാളിൽ പോയി നമ്മൾ വാങ്ങിക്കും. അവിടെ ഒരു ബാർഗെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്ന 4 രീതിയിൽ പണം കിട്ടുന്നതും 6 രീതിയിൽ നമ്മളത് പുറത്തേക്ക് പോകും. നമുക്ക് 4 രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, 6 രീതിയിലായിരിക്കണം അത് പുറത്തേക്ക് പോകേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പണം ഉള്ളവരായിട്ട് നമ്മൾ മാറും. പണമാണെങ്കിലും സമയമാണെങ്കിലും നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച് വേണം നമ്മൾ ചെയ്യാൻ. നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്നേ നമ്മൾ തീരുമാനിക്കുക. അതേപോലെ നമുക്ക് നമ്മുടെ ചെലവുകൾ കൃത്യമായി, വരവും ചെലവും കൃത്യമായി എഴുതി സൂക്ഷിക്കുകയും എല്ലാ മാസവും അവസാനം നമ്മളത് ഓഡിറ്റ് ചെയ്യുകയും നമ്മൾ ബഡ്ജറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ഓഡിറ്റ് ചെയ്യാനും ബഡ്ജറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് പണം കൈകാര്യം ചെയ്യാൻ നമ്മൾ കൃത്യമായി പഠിപ്പിക്കും. ഇത് പഠിക്കാതെ നമ്മൾ പണം ഉണ്ടാക്കി ഇറങ്ങിയിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അതിന് ലൈസൻസും കിട്ടിയതിന് ശേഷമാണ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. വാഹനം ഓടിക്കുന്നതിനേക്കാൾ അപകടമാണ് നമ്മൾക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയാതെ പണം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ. ഇങ്ങനെ അറിയാൻ വയ്യാതെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പല ആൾക്കാരും വലിയ വലിയ ബാധ്യതയിലേക്ക് പോകുന്നത്. ഇനി ബാധ്യതക്കാരുണ്ടാകുമ്പോഴാണല്ലോ ബാങ്കുകാർക്ക് കൂടുതൽ ബിസിനസ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ആരെയും പഠിപ്പിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. എന്നാൽ നമ്മൾ ഈ കാര്യം നമ്മുടെ മെമ്പേഴ്സിനെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് തുടങ്ങിയ മേഖലയിലേക്ക് നമ്മൾ പോകുന്നതിന് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു നിശ്ചിത സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. നാളെ മുതൽ ആ കാര്യം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് പുതുതായിട്ട് വന്ന ആളുകൾ, നമുക്ക് ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മീറ്റിംഗിൽ പോസിബിലിറ്റീസ് ഓഫ് ഹാവിങ് എ ഗുഡ് കമ്മ്യൂണിറ്റി എന്ന സബ്ജക്റ്റ് ആണ്. അത് ഈ 3:40 നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിക്കും. 10 മിനിറ്റ് നിങ്ങൾക്ക് ഇന്റർവെൽ ഉണ്ട്. അതിനുശേഷം 3:50 ആരംഭിച്ച് 4:30 അടുത്ത സെഷൻ അവസാനിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഈ മീറ്റിംഗിലേക്ക് കയറിയ എല്ലാവരും 3:50 മീറ്റിംഗിൽ കൂടി നിങ്ങൾ കയറണമെന്ന് ഒന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ
ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആകാത്ത ആളുകൾ ഗ്രൂപ്പിന്റെ ലിങ്ക് നമുക്ക് നിങ്ങൾക്ക് തരാം. അടുത്ത മീറ്റിംഗിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ചാറ്റിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് തരാം. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പണം ഉണ്ടാക്കാനായിട്ട് പഠിച്ചാൽ പോരാ, പണം നമ്മൾ സേവ് ചെയ്യുകയും അത് നല്ല നല്ല പദ്ധതികളിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ പണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണമായിരിക്കണം നമ്മൾ ചെലവാക്കാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മേക്ക് മണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്പെൻഡ് മണിയിലേക്കാണ് പോകുന്നത്. ഇടയ്ക്കുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, സേവ് മണി ഓർ ഇൻവെസ്റ്റ്മെന്റ് മണി. ഇടയ്ക്ക് ആര് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. 2-3 മിനിറ്റ് കൂടെ ഉണ്ട്. ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. പരിചയപ്പെടാനുള്ള സമയം ഇല്ലെന്ന് തോന്നുന്നു സാറേ. മണി 4 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ. അല്ല, അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോ ഈ മീറ്റിംഗിൽ കയറിയ എല്ലാവരും അടുത്ത മീറ്റിംഗിൽ കയറണം. നമുക്കിപ്പം പണം ഉണ്ടാക്കുകയും പണം സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ നല്ലത് കൂട്ടമായിട്ട് നിന്നുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത സെഷനിൽ പഠിപ്പിക്കുന്നത്. അതും സമ്പത്തുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉയരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത സെഷനിൽ സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബേസിക് ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ പണം എല്ലാ ദിവസവും എഴുതി സൂക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എഴുതി സൂക്ഷിച്ചാൽ നമ്മൾ മാസാവസാനം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഓരോരോ സംഗതികൾക്കും എത്ര രൂപയാണ് ഒരു മാസം ചെലവെന്ന്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാം. പലചരക്ക് സാധനങ്ങൾക്ക് ഇത്ര രൂപ നമുക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ അത്രയും രൂപ എത്ര രൂപ നമുക്ക് മാറ്റി വെക്കാം. പച്ചക്കറിക്ക് ഇത്ര രൂപ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും മുൻകൂട്ടി നമുക്ക് പണം മാറ്റി വെക്കുകയും ആ പണം ഉപയോഗിച്ചിട്ട് വേണം അതിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ പിറ്റേ മാസം ചെലവഴിക്കാൻ. അല്ലാതെ പണം എവിടുന്നോ എങ്ങനെയോ വരുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവാക്കുന്നു, അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ഇടപാടുകൾ നടക്കുന്നത്. അങ്ങനെ ഇടപാടുകൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പണമില്ലാത്തവരായി പോകുന്നത്. പണത്തിന്റെ കുറവ് കൊണ്ട് തന്നെ നമ്മൾ സമയക്കുറവുള്ളവരായിട്ട് മാറും. ഉദാഹരണത്തിന് നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് സമയത്തിന് പല സ്ഥലത്തേക്കും പോകാം. സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്ത ആൾക്കാർ പൊതു ഗതാഗത മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതേപോലെ തന്നെ ആരോഗ്യകരമായി നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ പണം വേണം. ഇപ്പൊ റേഷൻ കട വഴി ഇപ്പം ആളുകൾക്ക് കൊടുക്കുന്ന അരി എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾ ഈ ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയും അതിനകത്ത് കീടനാശിനി തളിക്കുകയും, ഇപ്പൊ പുതിയ ഒരു സംരംഭം ഈ ഏപ്രിൽ മാസം മുതൽ 10% അരി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ അരിയാണ് നമുക്ക് തരുന്നത്. ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടുള്ള എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറച്ചാൾ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തുമാത്രം ആളുകളാ റേഷൻ അരി വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ റേഷൻ അരി വാങ്ങിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സമ്പത്തില്ലായ്മ കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യവും സമയവും നമുക്ക് ഇല്ലാത്തവരായി മാറും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കുക തന്നെയാണ്. സമ്പത്ത് ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്കുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ പറയുന്നത്. നമുക്ക് ഇപ്പൊ ഒരു മിനിറ്റിനകം നമ്മുടെ ഈ ലിങ്ക് കട്ടാവും. നമുക്ക് കട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളെല്ലാം നല്ല രീതിയിൽ എന്നോട് സഹകരിച്ച് ഈ കാര്യങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.